നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഓറഞ്ച് ക്യാപ്പും തലയിൽ അണിഞ്ഞുകൊണ്ട് കിങ് കോഹ്ലി പറഞ്ഞു, ഇല്ല എല്ലാം ശരിയായിട്ടില്ല, ഒന്നുകൂടി ശരിയാവാനുണ്ട്. കഴിഞ്ഞ 2 കളികളായിട്ട് ഞാൻ 100% അല്ല എന്ന്. 2016 ഓറഞ്ച് ക്യാപ്പ് ഈ മനുഷ്യനായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞു പോയി, ഒരു മാറ്റവും ഇല്ലെന്നേ. വല്ലാത്തൊരു ലോങ്കവിറ്റിയാണ്. എന്തായാലും ഇന്നലത്തെ കളിയിലും മികച്ച പ്രകടനം അദ്ദേഹം തുടർന്നു. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിൽ 1-ാം സ്ഥാനത്ത് മോസ്റ്റ് റൺസ് ഈ IPL ഏറ്റവും അധികം റൺസ് അടിച്ച് ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി ഇപ്പോൾ നിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ്. 5 കളികളിൽ നിന്ന് അദ്ദേഹം 228 റൺസാണ് അടിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് സ്കോർ 69, 57 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 144 പന്തുകളാണ് ഫേസ് ചെയ്ത്. സ്ട്രൈക്ക് റേറ്റ് 158.33, 25 ഫോറുകളും 8 സിക്സറുകളുമായിട്ട് 228 റൺസോട് അദ്ദേഹം ഒന്നാമത്. ഹെൻറിക് ക്ലാസനാണ് രണ്ടാമത്. 5 കളിയിൽ നിന്ന് 224 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 44.8 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 157 പന്തുകൾ ഫേസ് ചെയ്തു. 142.67 സ്ട്രൈക്ക് റേറ്റ്, 2 അർദ്ധ സെഞ്ചുറികൾ, 13 ഫോറുകളും 8 സിക്സറുകളുമാണ്. അതേസമയം രജത് പട്ടിദാർ ഇപ്പോൾ പൊളിച്ചടുക്കിയ ഫോമിലാണ്. അദ്ദേഹമാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 5 കളികളിൽ നിന്ന് 222 റൺസ്, 63 ഹയസ്റ്റ് സ്കോർ, 55.5 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 104 ബോളുകൾ ഫേസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കണം, ഗംഭീരമാണ്. 213.46, 2 അർദ്ധ സെഞ്ചുറികളുണ്ട്, 12 ഫോറുകളും 21 സിക്സറുകളും. അപ്പോൾ എന്ത് തോന്നുന്നു, ടോപ്പ് 3യിൽ 2 പേര് RCBക്കാരാണ്. RCB എത്രത്തോളം ആധിപത്യം പുലർത്തുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് നമുക്കവിടെ ലഭിക്കും. ഇനി കിങ് കോഹ്ലി പറയുന്നു, ഞാൻ 100% അല്ല ഏത് കളിക്ക് ശേഷം ഇന്നലെ LSTക്കെതിരെയുള്ള പ്രകടനത്തിന് ശേഷം കോഹ്ലി പറഞ്ഞ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ഗെയിമിനേക്കാൾ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്, സ്റ്റിൽ നോട്ട് 100%. കഴിഞ്ഞ ഗെയിമിൽ കാൽമുട്ടിന് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെൽത്ത് വൈസും ഞാൻ അത്ര ബെറ്റർ ആയിരുന്നില്ല. എന്തായാലും 4-5 ദിവസങ്ങളായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് മടങ്ങിയെത്താൻ കഴിയുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി അടുത്ത മത്സരങ്ങളിൽ കൂടുതൽ മികവ് കാണിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗെയിം നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിച്ചിൽ വേണ്ടത്ര ഗ്രാസ് ഉണ്ടായിരുന്നില്ല, സ്ലോവർ ദാൻ നോർമൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ ഹോട്ടായിരുന്നു. ഏതായാലും ദി ഐഡിയ വാസ് ടു ടേക്ക് ദി ഗെയിം അവേ ഫ്രം ദി ഓപ്പോസിഷൻ ഇൻ ദി പവർ പ്ലേ. അതിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഹാപ്പി വിത്ത് മൈ അപ്രോച്ച് ടുഡേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം കൂടുതൽ മികവിലേക്ക് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. 100% അല്ല എന്ന് അദ്ദേഹം പറയുന്നു. 100% ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനേക്കാൾ മികച്ച ഇന്നിങ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.